മുഖ്യമന്ത്രി എന്തായാലും അവിടെ സന്ദർശിച്ച ശേഷം ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. അവിടെ ഒരു ചർച്ച നടന്നു. എന്താണ് ചർച്ചയിൽ വിശദമായി അവർ സംസാരിച്ചത്, ആരൊക്കെയായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത് എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. വരും മണിക്കൂറുകളായിരിക്കും നമുക്ക് അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. അപകട സ്ഥലം എന്തായാലും മുഖ്യമന്ത്രി സന്ദർശിച്ചിട്ടില്ല. പ്രതിഷേധത്തിന്റെ ഒരു സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപകട സ്ഥലത്തേക്ക് പോകുമോ എന്നത് കൂടി അറിയേണ്ടതുണ്ട്. രഘുനാഥ് നാരായണൻ തുടരുന്നുണ്ട്. രഘു, മുഖ്യമന്ത്രി ഇനി അപകട സ്ഥലം സന്ദർശിക്കുമോ, അവിടെ നിന്ന് തിരിച്ചു പോവുകയാണോ ഉണ്ടായത്? വിവരങ്ങൾ. മുഖ്യമന്ത്രി അപകട സ്ഥലം സന്ദർശിക്കാനുള്ള സാധ്യതയില്ല. അദ്ദേഹത്തിന്റെ പാലയിൽ മുൻപ് നിശ്ചയിച്ച പ്രകാരമുള്ള പരിപാടി മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായി. കരിങ്കൊടി പ്രതിഷേധമാണ്. ഏത് സംഘടനയാണ് എന്ന് വ്യക്തമല്ല. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ആരോഗ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ മുഖ്യമന്ത്രി പുറത്തേക്ക് വരുന്ന ഗേറ്റിന്റെ ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ്. ഷിനോജ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിനോജ, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കരിങ്കൊടി പ്രതിഷേധമാണ്. ഈ ഒരു പ്രതിഷേധം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി അവിടേക്ക് എത്തുന്ന വിവരം തന്നെ മറച്ചുവെച്ച് ആ ഒരു കൃത്യസമയത്ത് മാത്രം അവിടെ എത്തുമ്പോൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന രീതിയിൽ അവിടേക്ക് വന്നത്. പക്ഷേ ഇതാ മുഖ്യമന്ത്രി സന്ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. 10ഓളം വരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇപ്പോൾ മുഖ്യമന്ത്രി ഇറങ്ങി വരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആ എൻട്രൻസിൽ വെച്ചാണ് കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു അവർ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ജില്ലയിൽ തന്നെ ഇന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നു എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസോ അതുപോലെ തന്നെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസോ അത്തരത്തിൽ ഒരു വിവരവും നമുക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ രഹസ്യമായിട്ട് വളരെ പെട്ടെന്നാണ് ഇത്തരത്തിൽ പരിപാടി പോലും അറേഞ്ച് ചെയ്തത്. ഇവിടേക്ക് മുഖ്യമന്ത്രി എത്തുന്ന സമയത്താണ് മാധ്യമപ്രവർത്തകർ പോലും മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുന്നത്. പക്ഷേ ആ സമയത്ത് മുഖ്യമന്ത്രി അകത്ത് കയറി ഏകദേശം ഒരു 10 മിനിറ്റ് സമയം മാത്രമാണ് അവിടെ ചെലവഴിച്ചത്. അതിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കോട്ടയത്ത് ചില ഔദ്യോഗിക പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മുഖ്യമന്ത്രി എത്തുമെന്നുള്ള ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. ആ വിവരം മാധ്യമങ്ങൾ പോലും അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് സംഭവത്തിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ സർക്കാരാണ്. കാരണം ഇവിടെ ഇത്രയും നേരം ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചതിൽ VN വാസവനും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകളുണ്ട്. അവർ ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലമാണ് ഒരു ജീവൻ ചേതനയായിട്ട് ഇവിടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ചാണ്ടിയുമ്മൽ ഉൾപ്പെടെയുള്ള ആളുകൾ തക്ക സമയത്ത് വന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം ആരംഭിക്കണം. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകരുടെ. വീണ്ടും ആവർത്തിച്ച ദൃശ്യങ്ങൾ കാണുമ്പോൾ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിക്കുകയായിരുന്നുവെങ്കിലും സമരസജ്ജരായിരുന്നു പ്രതിപക്ഷ സംഘടനകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവം കൂടുതൽ സമരോർജ്ജം പ്രതിപക്ഷ സംഘടനകൾക്ക് നൽകുന്നു എന്ന് വ്യക്തമാവുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അല്പം മുമ്പ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. പോലീസുമായി ഉന്തുതള്ളുമുണ്ടായിരുന്നു. ശേഷം വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം. മുഖ്യമന്ത്രി തിരിച്ചിറങ്ങുമ്പോൾ ആ വാഹന വ്യൂഹത്തിന് നേരെയാണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോട്ടയത്തും പ്രതിഷേധം അരങ്ങേറുന്നത്.
മുഖ്യമന്ത്രിക്ക് കോട്ടയത്ത് ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള ചില ഔദ്യോഗിക പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുമെന്നോ അവിടെ എത്തിയൊരു ചർച്ചയുണ്ടാകുമെന്നോ എന്നുള്ള ഒരു സൂചന പോലും പുറത്തു വന്നിരുന്നില്ല. വളരെ രഹസ്യമായി വെച്ചാണ് മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഒരു സന്ദർശനത്തിനായും ഒരു ചർച്ചയ്ക്കായും എത്തുന്നത്. അവിടേക്ക് എത്തുന്ന സമയത്താണ് മാധ്യമങ്ങൾ പോലും മുഖ്യമന്ത്രി വരുന്നുണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. ഈ ഒരു പ്രതിഷേധ സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരുന്നു രഹസ്യമായിട്ടുള്ള സന്ദർശനം. പക്ഷേ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം മടങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ആവർത്തിച്ച് കാണുന്നത്. വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഷിനോജ് എന്ന ഭാഗത്തേക്കാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം തിരിച്ചു പോകാനായി എത്തുന്നത്. അവിടെയാണ് ആ പ്രതിഷേധം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം തന്നെ ഒരുപക്ഷെ പ്രതിഷേധം കണക്കിലെടുത്തായിരിക്കും രഹസ്യാത്മകമായി സൂക്ഷിച്ചു. പക്ഷേ മുഖ്യമന്ത്രി എത്തിയല്ലോ, ഇങ്ങനൊരു അപകടമുണ്ടായ സ്ഥലത്ത് ഒരു 5 മിനിറ്റെങ്കിലും അവിടെ വന്നല്ലോ, ഈ കാര്യങ്ങൾ കേട്ടല്ലോ എന്നത് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. അതേസമയം ഈ പ്രതിഷേധം എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത്? വേഗത്തിൽ തന്നെ അവർ ഈ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. മുഖ്യമന്ത്രി ഇവിടെ എത്തുമെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത നമുക്ക് പോലും മാധ്യമപ്രവർത്തകർക്ക് പോലും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള അറിയിപ്പ്. സാധാരണ മുഖ്യമന്ത്രിയുടെ പരിപാടിയാണ് ഔദ്യോഗികമായ അറിയിപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ CMAയുടെ ഓഫീസിന്റെ ഭാഗത്തൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിക്ക് ജില്ലയിൽ 2 പരിപാടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് രാവിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യമേഖലാ വകുപ്പുകളുടെ അവലോകന യോഗമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കുറവിലങ്ങാട് പ്രവർത്തിക്കുന്ന സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനമായിരുന്നു. ആ 2 പരിപാടികൾക്ക് വേണ്ടി മുഖ്യമന്ത്രി ജില്ലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് BJPയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം രാവിലെ മുതലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തില്ല എന്നൊരു സൂചന തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ രഹസ്യമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഡീൽ ചെയ്തിരുന്നത്. വളരെ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്ന സമയത്ത് പോലും മാത്രമാണ് നമുക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട വിവരം ഔദ്യോഗികമായി ഇതൊരു വ്യക്തത വരുന്നത്. മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്ന സ്ഥലത്തെത്തുന്ന ഒരു 10 മിനിറ്റ് മുഖ്യമന്ത്രി പ്രിൻസിപ്പളുമായി ഇവിടെ സംസാരിക്കുന്നു. അതിനുശേഷം തിരിച്ചിറങ്ങി പോകുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി അവിടെ എത്തി എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഈ മെഡിക്കൽ കോളേജ് മുൻഭാഗത്തേക്ക് എത്തി. ഒപ്പം SDP പ്രതിഷേധം സമാനമായ രീതിയിൽ കോളേജിനകത്തുണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിനകത്തുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് മുഖ്യമന്ത്രി ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന കവാടത്തിന് മുൻപിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് വെച്ച് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഇപ്പോൾ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. SDP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ പ്രതിഷേധം ഈ മെഡിക്കൽ കോളേജിനകത്ത് വെച്ച് ഉണ്ടായി. ഒപ്പം ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ട്. അങ്ങനെ വിവിധ പാർട്ടികൾ, വിവിധ രാഷ്ട്രീയ ഭേദപക്ഷി പാർട്ടികളൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രിക്ക് നേരെ ഇപ്പോൾ പ്രതിഷേധമായി രംഗത്തെത്തുന്നു. ഇത്തരത്തിൽ ഈ സംവിധാനത്തിന്റെ പ്രത്യേകിച്ച് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണമാണ്. 10:30 മണിക്കാണ് ഈ അപകടം നടക്കുന്നത്. തുടർന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ തെരച്ചിലിന് വേണ്ടിയുള്ള JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. 2 മണിക്കൂർ, അത് നിർണായകമായ ഗോൾഡൻ അവർ എന്ന് തന്നെ പറയാൻ കഴിയുന്ന ആ 2 മണിക്കൂർ സമയം തെരച്ചിലിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അത് ഈ ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ വളരെ വളരെ ബുദ്ധിമുട്ടായി. ഒരുപക്ഷെ ആ സമയത്ത് ഈ അപകടമുണ്ടായ ആ സമയത്ത് തന്നെ ഈ തെരച്ചിലിന് വേണ്ട യന്ത്ര സാമഗ്രികളൊക്കെ തന്നെ അവിടെ എത്തിച്ച് ഒരു നിർണായകമായ രീതിയിൽ ഒരു തെരച്ചിൽ തുടങ്ങി. അപകടം നടന്ന കൃത്യസമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം നടന്നില്ല എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് ഉയർന്നു വരുന്നത്. അപകടം നടന്ന് മണിക്കൂറുകളോളം വൈകിയ ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിച്ചത്. അതാണ് ബിന്ദുവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് എന്നുള്ള ഒരു വിമർശനം ഉയർത്തിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്നത്. മുഖ്യമന്ത്രിക്ക് നേരെയും കരിങ്കൊടി പ്രതിഷേധമുണ്ടായി.